മുണ്ടക്കയിൽ ടോപ്പിൽ നമ്മുടെ പ്രതിനിധിയെ ശ്രീകാന്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഉരുൾപൊട്ടലുണ്ടായ വയനാടിൽ 3-ാം ദിവസം രക്ഷാദൗത്യം തുടരുകയാണ്. ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തി പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നു എന്ന വാർത്ത കൂടി വരുന്നു. എന്നാൽ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ ഊർജ്ജസ്വലമായി രക്ഷാപ്രവർത്തകർ വയനാട്ടിൽ പ്രവർത്തിക്കുന്നെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇപ്പോൾ ഏറ്റവും എത്തിച്ചേരാൻ കഴിയാത്ത മലമടക്കുകൾ വയനാട്ടിലുണ്ട്. ആ രീതിയിലാണ് ഈ ദുരന്തം അവിടെ പെയ്തിറങ്ങിയത്. ഇപ്പോൾ ഈ മുണ്ടക്കയുടെ ഒരു വിദൂര പ്രദേശത്ത് നിന്ന് ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, താങ്കൾ ഇപ്പോൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ഉരുൾപൊട്ടൽ നടന്ന ഏറ്റവും അധികം ദുരന്തം ഏറ്റുവാങ്ങിയ പുഞ്ചിരിമട്ടത്താണ്. ഇന്നലെ നമ്മൾ ഈ പ്രദേശത്ത് വന്നതാണ്. പക്ഷേ ഇന്നലെ തെരച്ചിലിന് ചെറിയ പരിമിതി ഉണ്ടായിരുന്നു. കാരണം ഈ ഭാഗത്ത് മുഴുവൻ മണ്ണും കല്ലും ചെളിയും ഒക്കെ വീണ് ആകെ പ്രശ്നവും പ്രതിസന്ധിയുമായി കിടന്നതാണ്. ഈ രക്ഷാ ദൗത്യ സംഘത്തിന് ഇവിടെ മണ്ണും കല്ലുമൊന്നും മാറ്റി തെരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോഴും ഇവിടേക്ക് വലിയ വണ്ടികൾ എത്തിയിട്ടില്ല. ഹിറ്റാച്ചി അടക്കം വന്നിട്ടില്ല. ഒരു പക്ഷേ ഇവിടേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം. എസ് കെ, ഒന്ന് നമ്മുടെ ക്യാമറമാൻ മുനീഫ് ക്യാമറയൊന്ന് തിരിക്കും. എസ് കെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, എസ് കെ, ഈ പ്രദേശം, ഈ പ്രദേശത്തുണ്ടായിരുന്നത് ഒരു വീടാണ്. എസ് കെ പറഞ്ഞാൽ നമുക്ക് ഒരു സാഹചര്യം കാണാൻ സാധിക്കും. ഈ പ്രദേശത്ത് ഒരു വീടുണ്ടായിരുന്നു എസ് കെ. അതിൻ്റെ കോൺക്രീറ്റ് അടക്കമുള്ള അതിൻ്റെ കമ്പി അടക്കം എസ് കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് വാഷ് ഔട്ടായി പോയി എന്നൊക്കെ നമ്മൾ ഈ സ്ഥലത്ത് വന്ന് ലൈവ് ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ പറയുമ്പോൾ ഒരു പക്ഷേ അത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന മുഴുവൻ ആളുകളും ഒഴുകിപ്പോയി, അവരെ കുത്തൊഴുക്കിൽ എടുത്തുകൊണ്ടുപോയി എന്നൊക്കെ ഒരു പക്ഷേ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിനും അപ്പുറമാണ് കാര്യങ്ങൾ. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ എസ് കെ എൻ ആ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, ആ ദൃശ്യങ്ങൾ പറയുന്നത് അതാണ്. ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന മുനീഫ ക്യാമറ ഒന്നുകൂടി കാണിച്ചാൽ, എസ് കെ എൻ അടിത്തറ പോലും ഇല്ലാതെ ഒരു വാർത്ത കെട്ടിടമായിരുന്നു. ആ വാർത്ത കെട്ടിടം നിന്ന സ്ഥലത്ത് ഒരു അടിത്തറ പോലും ഇല്ലാതെ, ഏറ്റവും ശക്തമായി സ്ഥാപിക്കുന്ന അടിത്തറ പോലും ഇല്ലാതെയാണ് ഈ കമ്പിയോട് കമ്പി ഒഴുകിപ്പോയിട്ടുള്ളത്. എസ് കെ സമാനമായ രീതിയിലാണ് മുകളിലേക്ക് കയറിയാലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മുകളിലേക്കുള്ള 1, 2, 3, 4, 5, 6 വീടുകൾ പൂർണ്ണമായും ഈ വരിയിൽ തന്നെ നമ്മുടെ കണ്ണെത്തുന്നിടം വരെ ഒഴുകിപ്പോയത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അപ്പുറത്തൊരു വീട് പരിപൂർണമായും തകർന്നു കിടക്കുന്ന കാണാം. അതിൻ്റെയും അപ്പുറത്തൊരു വീട് സമ്പൂർണ്ണമായി തകർന്നു കിടക്കുന്ന കാണാം. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നിടം തൊട്ട് ഒരു 7 വീടിനടുത്ത് ഒഴുകിപ്പോയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രം വാഷ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന ആളുകൾ പൂർണ്ണമായും അവരെല്ലാവരും തന്നെ അവരുടെ മൃതദേഹങ്ങളൊക്കെ കുറേയേറെ കണ്ടെടുത്തിരുന്നു. അതിനപ്പുറത്ത് 2 വീടുകൾ പൂർണ്ണമായും തകർന്നത് കിടപ്പുണ്ട്. അവിടം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ നടക്കുന്നു. അതിനും കുറച്ച് മുകളിലേക്ക് പോയാൽ വീടിനുള്ളിലേക്ക് ചെളിയും കല്ലും മണ്ണും കമ്പും വന്ന് കയറിയിട്ടുണ്ട്, തടികൾ വന്ന് കയറിയിട്ടുണ്ട്. അവിടെയും ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. എസ് കെ, ഒരു കാര്യം, ഇവിടുത്തെ ഈ ലയങ്ങളിൽ താമസിച്ചിരുന്ന ആളുകളുണ്ട്. അത് അസം സ്വദേശികളാണ്. ഇവിടുത്തെ തേയില കാപ്പിത്തോട്ടങ്ങളിൽ പണിയെടുത്തിരുന്നവരാണ്. അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മിസ്സിംഗ് ആയവരുടെ കൂട്ടത്തിൽ ഈ അസം സ്വദേശികളുടെ കണക്കുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അവർ എത്ര എണ്ണമുണ്ട്, അവരാരൊക്കെ ആ സമയത്ത് ആ ലയങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല. ഈ താഴേക്ക് മുനീഫ് ഒന്ന് തിരിഞ്ഞ് ആ പാറക്കൂട്ടങ്ങൾ കിടക്കുന്ന ദൃശ്യങ്ങളൊന്ന് കാണിക്കണം. എസ് കെ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പാറക്കൂട്ടങ്ങൾ അത് നേരെ താഴേക്ക് പോകുന്നത്, ഇത് വെറും പാറക്കൂട്ടങ്ങളോ ഇത് പുഴ ഒഴുകിയിരുന്ന സ്ഥലമോ ഇതൊരു കുന്നോ അല്ല. നേരെ മറിച്ച് വീടുകൾ ഉണ്ടായിരുന്ന, ലയങ്ങൾ ഉണ്ടായിരുന്ന, ഈ അസം സ്വദേശികൾ താമസിച്ചിരുന്ന ലയങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് എസ് കെ. അതിന് മുകളിലേക്കാണ് വെള്ളവും ഈ കല്ലും ചെളിയും മണ്ണും വന്ന് നിറഞ്ഞിരിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഈ വെള്ളത്തിൽ അവർ പൂർണ്ണമായും ഒന്നോടെ ഒഴുകിപ്പോയി ചെളിക്കുമൊക്കെ അടിയിൽ അവരുടെ മൃതദേഹങ്ങൾ ഉണ്ടാകാം. താഴെ വീണ്ടെടുത്തവയിൽ അവരുടെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരുന്നുണ്ട്. 283 പേർ മരിച്ചു എന്നുള്ള കണക്കുകളടക്കം ഇതിനോടകം പുറത്തു വരികയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അറിയേണ്ടത്, ഈ പ്രദേശത്ത് ഈ പുഞ്ചിരിമുട്ടത്തേക്ക് എപ്പോഴത്തേക്ക് വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ, ഭാരവാഹനങ്ങൾ എത്തും, യന്ത്രങ്ങൾ എത്തും എന്നുള്ളതാണ്. ഈ നിമിഷം വരെയും യന്ത്രങ്ങൾ എത്തിയിട്ടില്ല. കാരണം ഇങ്ങോട്ടേക്ക് വരാൻ വഴിയില്ല എന്നുള്ളതാണ്. ആ വഴി തെളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വഴി കൂടി ആയാൽ മാത്രമേ ഇവിടേക്ക് വന്ന് രക്ഷാപ്രവർത്തനം സാധ്യമാകൂ. മുണ്ടക്കയിലേക്ക് എസ് കെ എൻ വരുമ്പോൾ ഇന്നത്തെ കണക്ക് പറഞ്ഞാൽ ഇതുവരെയും ഇവിടെ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടെടുത്ത മൃതദേഹങ്ങൾ എണ്ണം മാത്രമാണുള്ളത്. അതിനുശേഷം ഇപ്പോൾ നാസർ എന്ന വ്യക്തിയുടെ വീട് കേന്ദ്രീകരിച്ച് സ്നിഫർ ഡോഗിനെ കൊണ്ട് തെരച്ചിൽ നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ ദയനീയമാണ്. ഹൃദയം
കീറി മുറിക്കുന്നതാണ്. ആ കുടുംബത്തിൽ അദ്ദേഹം ഒഴികെ ബാക്കി 4 പേരും മരിച്ചു. അതാണ് അദ്ദേഹം അന്ന് പാലക്കാടായിരുന്നതിനാൽ വന്ന് നിന്ന് കരഞ്ഞ് നിലവിളിക്കുന്നത് SKN മുണ്ടക്കയിൽ ഇന്നലെയും നമ്മൾ കണ്ടതാണ്. ഓരോ ബോഡി വെച്ച് ഓരോ മൃതദേഹം വെച്ച് അവിടെ നിന്നും എടുക്കുമ്പോൾ അത് കണ്ട് അദ്ദേഹം വലിയ വായിൽ നിലവിളിക്കുന്നത് നമ്മൾ അവിടെ നിന്നും കണ്ടതാണ്. അത്ര കണ്ട വേദന നമുക്ക് പോലും അവിടെ നിന്നപ്പോൾ തോന്നിപ്പോയി. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുടേത് അതോടൊപ്പം മറ്റ് കുടുംബത്തിലുണ്ടായിരുന്ന ആളുകളുടേതൊക്കെ തന്നെ മൃതദേഹം എടുക്കുകയാണ്. 3 പേരുടേത് കിട്ടി. ഒരാളുടെ മൃതദേഹം കിട്ടാനുണ്ട്. ആ പള്ളിയിൽ കിടന്നുറങ്ങിയ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ മൃതശരീരം അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് ഒരു 2 നില വീട്, ഒരു സുദേവന്റെ വീടുണ്ടായിരുന്നു. അവിടെ നിന്നും 3 മൃതദേഹങ്ങൾ കിട്ടി എന്നാണ് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രാത്രിയോടുകൂടിയാണ് അത് കിട്ടിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ കണക്കുകൾ കൂടി ഇനി SKN പുറത്തു വരാനുണ്ട്. പക്ഷേ ഈ പുഞ്ചിരിമട്ടം ഒരു പ്രധാന കേന്ദ്രമാണ് SKN. ഈ ഭാഗത്ത് മനുഷ്യസാധ്യമായ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടില്ല. യന്ത്ര സാമഗ്രികൾ, യന്ത്ര സാധനങ്ങൾ ഇവിടേക്ക് വന്നേ തീരൂ. കാരണം ഒരു 7-8 വീടുകൾ മുകളിലേക്ക് പോയാൽ, എങ്ങനെ പോയാലും ഒരു 10-നടുത്ത് വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നത് SKN ആ ഭാഗങ്ങളിലുണ്ട്. ആ ഭാഗത്തേക്ക് പോയി അത് മാറ്റി നോക്കിയേ തീരൂ. ബാക്കി കുറേ വീടുകളുണ്ട്, അവിടെ പരിശോധിക്കുക പോലും അസാധ്യമാണ്. അത് പൂർണ്ണമായും പോയതാണ്, അടിത്തറ പോലും ഇല്ലാത്ത വിധം പോയതാണ്. ആ ഭാഗത്തൊക്കെ കുറേ ആളുകൾ, ദൃശ്യങ്ങൾ കാണിച്ചാൽ അറിയാം, കുറേ ആളുകൾ ആ കല്ലിനടിയിലും മണ്ണിനടിയിലും ഒക്കെ നോക്കുന്നുണ്ട്. ചേറ് പുതഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് കമ്പിന് കുത്തി നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം കാര്യക്ഷമമാണ് എന്നുള്ളത് അറിയില്ല. ആ ഭാഗത്തൊരു 4-5 വീടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കേട്ട് രക്ഷാപ്രവർത്തകർ പറഞ്ഞതനുസരിച്ചാൽ ഒരു 4-5 വീടുകൾ ആ പ്രദേശത്ത് തകർന്നു കിടപ്പുണ്ട്. അതിനുള്ളിൽ നോക്കിയാൽ മതി. അതിന് മുകളിലേക്ക് കുറെ കല്ലും കമ്പുമൊക്കെയാണ്, ചെളിയുമൊക്കെയാണ്. അതിന് മുകളിലാണ് SKN ആ കാണുന്ന പ്രഭവ കേന്ദ്രം. ഏറ്റവും ഇതാണ്. ഇവിടെ നിന്നാണ് ഉരുൾപൊട്ടി താഴേക്ക് പോയത്. മൃതദേഹങ്ങൾ വീണ്ടെടുക്കുക എന്നതിനപ്പുറം SKN ഇന്ന് കാര്യമായ മറ്റ് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന നടപടി ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ജീവനോടെ ആളുകളെ കിട്ടാനുള്ള സാധ്യത പൂർണ്ണമായും മങ്ങി എന്നാണ് സൈന്യമടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മണ്ണിനടിയിലോ കല്ലിനടിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ പരമാവധി വീണ്ടെടുക്കാൻ ശ്രമിക്കും. പക്ഷേ എത്രത്തോളം അതും സാധ്യമാകുമെന്നറിയില്ല. വീടുകൾക്കുള്ളിലൊക്കെ ആണെങ്കിൽ പിന്നെയും നടക്കും. സ്നിഫർ ഡോഗുകളെ കൊണ്ട് പരിശോധിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ പുഞ്ചിരിമട്ടത്ത് SKN ഏറ്റവും നാശം പിടിച്ച ആ ഉരുൾപൊട്ടൽ, ഏറ്റവും വലിയ ദുരന്തം വിതച്ച പുഞ്ചിരിമട്ടം അതെങ്ങനെ വീണ്ടെടുക്കും, ആ ഗ്രാമം ഒന്നാകെ ഒലിച്ചുപോയ സ്ഥലത്ത് എന്ത് ചെയ്യും എന്നുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പോലും മനസ്സിലാകുന്നില്ല. ഇനി എത്ര വലിയ യന്ത്രഭാഗം വന്നാലും, ഇനി എത്ര വലിയ യന്ത്രങ്ങൾ വന്നാലും ഈ ടെറൈനിൽ എങ്ങനെ വർക്ക് ചെയ്യും, എങ്ങനെ ആ മൃതദേഹങ്ങൾ വീണ്ടെടുക്കും എന്നുള്ള കാര്യം സംശയമാണ്. ഈ സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർ പോലും ഇവിടെ ഇല്ല. കാരണം ഒന്നുകിൽ അവർ ട്രോമയിലായിരിക്കും, ഭയന്ന് പോയതായിരിക്കും. പക്ഷേ ഇന്നലെ ഞാൻ 1-2 പേർ രക്ഷപ്പെട്ടു വന്നവരുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഈ ഭാഗത്തൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. രക്ഷപ്പെടേണ്ടവർ ആദ്യത്തെ ദിവസവും 2ാമത്തെ ദിവസവുമായി രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ മരിച്ചിട്ടുണ്ടാകും, ഒലിച്ചു പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഈ ഉരുൾപൊട്ടി വന്നത് എന്ന് പറയുന്നു. ആദ്യം ഒരു ഉരുൾപൊട്ടിയപ്പോൾ ഓടി ഏലക്കാട്ടിലേക്ക് കയറിയവരാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ളവർ മരിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇവിടേക്ക് വരാൻ കഴിയാത്ത വണ്ണം ആണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഇത് പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് SKN ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു ടെറൈനായി മാറ്റിയിട്ടുണ്ട് ഈ പ്രദേശത്തെ ഒന്നാകെ. 2ാമത്തെ കാര്യം, ഈ മണ്ണിനടിയിലുള്ള ആളുകളെ, കല്ലിനടിയിലുള്ള ആളുകളെ വീണ്ടെടുക്കുന്നതും ശ്രമകരമായിരിക്കും. എത്ര വലിയ മെഷീൻ കൊണ്ടുവന്നാലും അത് ശ്രമകരമായ ദൗത്യം തന്നെയായിരിക്കും. SKN പുഞ്ചിരിമഠത്തു നിന്നാണ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേർന്ന. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീടുകളിൽ മുഴുവൻ ഒലിച്ചുപോയ പുഞ്ചിരിമഠത്തെ നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറ സംഘം പകർത്തി കാണിച്ചത്. മാത്രവുമല്ല, ഒരാൾ പോലും, അവിടുത്തെ പ്രദേശവാസി എന്ന് പറയുന്ന ഒരാൾ പോലും പുഞ്ചിരിമഠത്ത് ഇപ്പോഴില്ല എന്നുള്ളത് നമ്മളെ വല്ലാതെ നടക്കുന്നു. രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ അത്ര വലിയ സംഹാര താണ്ഡവമാണ് പ്രകൃതി അവിടെ അഴിഞ്ഞാടിയത്. മുണ്ടക്കയിൽ നിന്ന് അല്പം മാറിയുള്ള ഈ പുഞ്ചിരിമഠം എന്ന ഗ്രാമം ഇന്ന് വല്ലാത്തൊരു ദുരവസ്ഥയിലാണ് എന്ന് ഈ ദൃശ്യങ്ങൾ നമ്മെ അറിയിക്കുന്നു.